വന്യജീവി ആക്രമണം തുടരുന്നതിനിടെ വീണ്ടും വിവാദ പരാമർശവുമായി വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ. വന്യജീവി ആക്രമണത്തിന് ഒരു ശാശ്വത പരിഹാരമില്ലെന്നാണ് മന്ത്രിയുടെ പ്രതികരണം. സംസ്ഥാനത്ത് ഇനിയൊരു വാഹനാപകട മരണമോ ആത്മഹത്യയോ ഉണ്ടാവില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്നതായിരുന്നു മന്ത്രിയുടെ ചോദ്യം. വനവാസികളല്ലാത്തവർ എന്തിനാണ് വനത്തിനുള്ളിൽ പ്രവേശിക്കുന്നത് എന്ന നിലപാടും മന്ത്രി ആവർത്തിച്ചു. താൻ രാജിവെച്ചാൽ പ്രശ്നപരിഹാരം ഉണ്ടാവില്ലെന്നും മന്ത്രി പറഞ്ഞു. ഈ ഒരു 1.5 കൊല്ലമായിട്ടാണ് ഇത്ര രൂക്ഷമായി ഈ പ്രശ്നം സമൂഹത്തിന്റെയും ഗവൺമെന്റിന്റെയും മുമ്പിലെത്തിയിട്ടുള്ളത്, സമൂഹം അനുഭവിക്കുന്നത്. നേരത്തെയുള്ള വർഷങ്ങളിൽ വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ആ കാലത്ത് ഇത്രയധികം സംഖ്യ ചെലവഴിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തേണ്ടത് ഒരു അനിവാര്യ ഘടകമായിരുന്നില്ല. മിനിസ്റ്ററെ, 2016 തൊട്ട് 192 പേരെ കാട്ടാന ചവിട്ടിക്കൊന്ന നാട്ടിൽ നിന്നുകൊണ്ടാണ് ഇതിപ്പോൾ മാത്രമാണ് രൂക്ഷമായെന്ന് അങ്ങ് പറയുന്നത്. അല്ല, അതെ, അങ്ങ് തന്നെ കൊടുത്ത കണക്ക്. ഞാൻ തന്നെ രൂക്ഷമായെന്നല്ലേ ഞാനും പറയുന്നത്. അല്ല. പക്ഷെ എന്നാൽ ആ 2016 മുതൽ ഓരോ വർഷവും ഇത് കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ ഒരു പരിശോധന നിങ്ങൾ നടത്തണം. പക്ഷേ ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ അത് കൂടുതലല്ലേ? ആണല്ലോ. ഞാൻ ഇല്ലെന്നല്ലല്ലോ പറഞ്ഞത്. നിങ്ങളങ്ങനെ വളരെ തെറ്റിദ്ധരിപ്പിക്കല്ലല്ലോ. ഇവിടെ ഈ പ്രശ്നം രൂക്ഷമായി ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ 2 വർഷമായിട്ടാണ്. നേരത്തെ അതില്ലാന്നല്ല, നേരത്തെ നമ്പർ കൂടിയിട്ടുണ്ട്. പക്ഷെ ആ നമ്പർ കൂടിയതിന്റെ നമ്പറിന്റെ കണക്കിൽ പിടിച്ചിട്ട് രക്ഷപ്പെടാനല്ല ഞാൻ നോക്കുന്നത്. നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം. പരിഹാരം കാണാൻ 3 വഴികളേ ഉള്ളൂ. 1 ദീർഘകാലാടിസ്ഥാനത്തുള്ള പരിപാടി, 2 ഹ്രസ്വകാല പരിപാടി, 3 ആവശ്യമായ നിയമ ഭേദഗതി. ഇന്നലെയും കേന്ദ്രമന്ത്രി എന്താ പറഞ്ഞത്? നിങ്ങളാരും എന്താ ആ പ്രശ്നം ഭേദഗതി സാധ്യമല്ല, അങ്ങനെ ആലോചിക്കുന്നില്ല എന്നാണ് ഇന്നലെ 5 കൊല്ലമായി ഞാനത് കേൾക്കുന്നത്. 5 കൊല്ലമായി ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ നടക്കുകയാണ്. ഒരു 5 പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഈ ഷെഡ്യൂൾ 1-ൽ നിന്നും ഇത്തരം മൃഗങ്ങളെ ഷെഡ്യൂൾ 2-ലേക്ക് മാറ്റി തന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? സംസ്ഥാനത്തിന് ചെയ്യാം. ഷെഡ്യൂൾ 1-ൽപ്പെട്ട മൃഗങ്ങളെ ചെയ്യാൻ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റുകൾക്ക് ഏതെങ്കിലും അധികാരമുണ്ടെന്ന് ആരെങ്കിലും എന്നെ ബോധ്യപ്പെടുത്തട്ടെ. പക്ഷെ ഇന്നലെ മന്ത്രി പറഞ്ഞിരിക്കുന്ന മറുപടിയിലുള്ളത് ഇതിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന നിലയിൽ. അതെ, സംരക്ഷണത്തിനെ കുറിച്ച് നിങ്ങളുടെ സങ്കല്പം എന്താ? നിങ്ങൾ അധികരിച്ചു വരുമ്പോൾ കള്ളി ചെയ്യണമെന്നല്ലേ? മറ്റു രാജ്യങ്ങൾ സ്വീകരിക്കുന്ന ആ നടപടിയല്ലേ? ജനന നിയന്ത്രണമല്ലേ? ഈ ജനന നിയന്ത്രണം നടത്താനും സ്കള്ളിംഗ് നടത്താനും ഇപ്പോഴത്തെ നിയമം അനുവദിക്കുന്നുണ്ടെന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചാൽ മറ്റന്നാളാ ഉത്തരവ്. കേന്ദ്ര സർക്കാരിന്റെ ഈ കടുംപിടുത്തം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തതിന് കാരണം തീർച്ചയായിട്ടും ഒരു ഫ്ലെക്സിബിലിറ്റി ഇത്തരം ഘട്ടങ്ങളിൽ തരണം. സംസ്ഥാനം സവിശേഷമായ സാഹചര്യങ്ങളെ അതിജീവിക്കുന്നു. ഈ കാര്യത്തിൽ മാത്രമല്ല, അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കാനും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുമുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന് തന്നെയാണ് ഞാനിപ്പോൾ ഉറച്ചുവെക്കുന്നത്. നിയമപരിഷ്കാരം ഇല്ലാതെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മിനിസ്റ്റർ, അങ്ങ് നടത്തിയ ഒരു പരാമർശം പ്രതിപക്ഷം വലിയ വിവാദമാക്കിയിട്ടുണ്ട്. അതായത് ആദിവാസി ജനവിഭാഗത്തിൽപ്പെട്ടവരല്ലാതെ എന്തിനാണ് വനത്തിലേക്ക് പോകേണ്ടത്? ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വനാതിർത്തിയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ വരെ വന്യജീവി സംഘർഷമുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്നത്, ഒരു സാധാരണ പൗരന് വനത്തിനുള്ളിൽ കടക്കാൻ അനുവാദമുണ്ടോ ഇല്ലയോ? ഇപ്പോഴത്തെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു മാധ്യമ പ്രവർത്തകന് അനുവാദമില്ലാതെ കാട്ടിൽ പോകാൻ സാധിക്കുമോ? ഭൂമിയുള്ളവർ, വീടുള്ളവർ, അത് വനത്തിനകത്തെന്തിനാ പോകുന്നത്? അല്ല, ആദിവാസികൾക്ക് പോവാം. ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്ക് ഒഴികെ മറ്റാർക്കെങ്കിലും മന്ത്രി എ.കെ. ശശീന്ദ്രന് പോകാൻ അനുവാദമുണ്ടോ? ഈ മരണങ്ങളെല്ലാം നടന്നത് വനത്തിനുള്ളിലല്ലല്ലോ മിനിസ്റ്റർ. അല്ല, എന്നാൽ വനത്തിനുള്ളിൽ നടന്നിട്ടുണ്ട് എന്ന് പറയണല്ലോ. മിസ്റ്റർ, വളരെ ചുരുക്കം മരണങ്ങൾ മാത്രമാണ് വനത്തിനുള്ളിൽ നടന്നതെന്നും വനാതിർത്തിയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ വരെ വന്യജീവി സംഘർഷമുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറയുന്നത്. അല്ല, അത് രണ്ടില്ലെന്ന് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട പ്രശ്നം എന്താണ്? വനത്തിൽ നിന്നും വന്യജീവികൾ നാട്ടിൻപുറങ്ങളിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി വന്ന് മനുഷ്യനെ കൊല്ലുകയും കൃഷിനാശം വരുത്തുകയും ചെയ്യുന്ന പ്രശ്നത്തെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. വനത്തിനകത്തെ പ്രശ്നമല്ല. അത് ക്ലബ് ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് നിർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത്. വനവാസികളല്ലാത്തവർ എന്തിന് വനത്തിനുള്ളിൽ കയറുന്നു?
നാളെ ആത്മഹത്യയോ അപകടമരണമോ നടക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വന്യജീവി ആക്രമണത്തിന്റെ കാര്യവും എന്നൊക്കെയാണ് ഇന്നിപ്പോൾ AK ശശീന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ ഇത്രയേറെ അപകടങ്ങൾ നടക്കുന്ന ഒരു സമയത്ത് ആ വാക്കുകൾ ഒരുപക്ഷെ വീണ്ടും വിവാദത്തിലേക്ക് പോകാനാണ് സാധ്യത.